ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ്, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങൾക്കൂടെ സുഖമായിരിക്കുന്നു, അൽഹംദുലില്ലാ, അങ്ങനെ റാഹത്തായി പോകുന്നുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ. അപ്പോൾ വീഡിയോ എല്ലാ കൂട്ടുകാരും ഒന്നും കൂടി പറയാണ്, സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ഇഡ്ഡലിക്കുള്ള മാവൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ ചെമ്പിൽ വെക്കുമ്പോൾ അധികം മാവൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം കൊണ്ടാണ് കേട്ടോ അതിൽ വെച്ചത്. പക്ഷേ മാവ് വിചാരിച്ച പോലെയല്ല, പൊന്തിപ്പോയി. സാധാരണ അങ്ങനെ പൊന്തി പോകാറുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു വലിയൊരു തട്ടടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വെക്കുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ പോയാലും നമുക്കത് അങ്ങോട്ട് മാറ്റിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇഡ്ഡലിക്കുള്ള മാവൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് ഇതിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം ഇഡ്ഡലി തട്ടിലേക്ക് മാവ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇന്നിപ്പോൾ മോൻ്റെ സ്കൂളിൽ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. സമയം 8:30-ക്കാണ് പരിപാടി, പ്രോഗ്രാം. കുറച്ച് നേരമുള്ളൂ, 1 മണിക്കൂറത്തെ ഒരു പരിപാടി ഉണ്ടാവുള്ളൂ കേട്ടോ. ഒരു ഉദ്ഘാടനമാണ് കേട്ടോ. എന്നല്ല, ഇപ്പോൾ സമ്മർ വെക്കേഷൻ ക്യാമ്പ് ഉണ്ടല്ലോ എല്ലാ സ്കൂളുകളിലും. അപ്പോൾ മോൻ്റെ സ്കൂളിലും ഉണ്ട് ഫുട്ബോൾ കളി, ചെസ്സ്, ക്യാരംസ്, അങ്ങനെ കുറേ ഐറ്റംസ് കേട്ടോ. ക്യാരംസ് അല്ല കേട്ടോ ഉദ്ദേശിച്ചത്, വേറെ കളി, വോളിബോള്, ഷോട്ട് പുട്ട്, അങ്ങനത്തെ സ്പോർട്സ് ഐറ്റംസ് എല്ലാതും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന്. അപ്പം രക്ഷിതാക്കളും ചെല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോന് ഫുട്ബോൾ കളിയിലുണ്ട്. അപ്പോൾ അവൻ്റെ കൂടെ ഞാനും ചെല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഇപ്പോൾ രാവിലെ 8:30 ആകുമ്പോഴേക്ക് സ്കൂളിലേക്ക് എത്തണം. ഇപ്പോൾ സമയം ഒരു 6 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വേഗം ഇഡ്ഡലി ഉണ്ടാക്കി ചോറൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ട് വേണം പോകണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇന്നലത്തെ സാമ്പാറുള്ള കാരണം കൊണ്ട് അതുകൊണ്ട് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഉച്ച വരെ നമുക്ക് അതുകൊണ്ട് ഒപ്പിക്കാം. പിന്നെ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെയാണ് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ വിചാരിച്ചു കറി വെച്ചിട്ട് പോവാം, അതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മടിയായിരിക്കും. നമുക്ക് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പണിയെടുക്കാൻ മടിയായിരിക്കും, കുറച്ച് നേരം ഇരിക്കണം, അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ ഒരു ചിന്ത ഉണ്ടാവുക. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും രാവിലെ തന്നെ വേഗം പണി തീർത്തേക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഇഡ്ഡലിക്ക് സാമ്പാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഇന്ന് അവർക്ക് ചട്നിയൊന്നും വേണ്ട, സാമ്പാർ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അരിയൊക്കെ ഇങ്ങനത്തെ അരിയല്ല, വെള്ളം തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് വേഗം അരി ഇട്ട് കൊടുക്കാം. പിന്നെ 2 ദിവസമായിട്ട് പൈപ്പിൽ വെള്ളമൊന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ എന്താവുന്നൊന്നും അറിയില്ല. അലക്കാനൊരു ലോഡുണ്ട്. വാഷിംഗ് മെഷീനിൽ ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ്, കംപ്ലൈൻ്റ് ആണെന്നുള്ള കാര്യം കേട്ടോ. പിന്നെ വെള്ളം ഇല്ലാത്ത സമയത്ത് നമുക്ക് വാഷിംഗ് മെഷീനിൽ അലക്കാനും പറ്റില്ല, നല്ല പോലെ തന്നെ വെള്ളം വേണമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് തുണികളൊക്കെ എടുത്ത് മുക്കി വെക്കണമെന്ന് വിചാരിച്ചപ്പോൾ വിചാരിച്ചിനിപ്പോൾ വേണ്ട, വന്നിട്ട് നമ്മുടെ മൂഡ് പോലെ നോക്കാം. ചിലപ്പോൾ നമുക്ക് എന്താ പറയുക, ഇന്ന് അലക്കണ്ട നാളെ അലക്കാമെന്ന് വിചാരിക്കും കേട്ടോ. വന്ന് ഇനിയിപ്പോൾ കുളിച്ചിട്ടൊക്കെ പോണ കാരണം കൊണ്ട് വന്ന് ഇനി നമുക്കൊരു മടി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുക്കിയൊന്നും വെച്ചിട്ടില്ല. പിന്നെ ചോറിന് അരിയൊക്കെ ഇട്ട് വരുമ്പോഴേക്കും നമ്മുടെ ഇഡ്ഡലിയൊക്കെ കൂടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കത് അങ്ങോട്ട് എടുത്ത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ ഇഡ്ഡലിയൊക്കെ പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. നല്ല പൂ പോലത്തെ വെള്ള കളറായിട്ടുള്ള നമ്മുടെ ഇഡ്ഡലിയുടെ സെറ്റായിട്ടുണ്ട്. അതിൻ്റെ കൂടെ സാമ്പാർ ഇന്നലത്തെ സാമ്പാറാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര കട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുത്തതാണ്. പിന്നെ ചെറുപയർ കറി ഉണ്ടാക്കാനാണ്. കുക്കറിലേക്ക് ചെറുപയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് തക്കാളിയും സബോളയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 5-6 വിസിലവിടെ അങ്ങോട്ട് അടിഞ്ഞു വരട്ടെ. പിന്നെ ഉച്ചക്കേക്കുള്ള ചിക്കൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ഞാൻ പൊരിച്ചവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ എന്തായാലും നേരത്തെ എത്തും. പിന്നെ എനിക്ക് തൃശ്ശൂർ വരെ ഒന്ന് പോകേണ്ട ഒരു ആവശ്യം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും മോൻ്റെ സ്കൂളിലേക്ക് പോകുന്നില്ല, അപ്പോൾ അങ്ങനെ പോയിട്ട് ഇങ്ങോട്ട് പോരാലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വരുമ്പോൾ ഇവിടേക്ക് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് എത്തുമ്പോൾ എന്തായാലും ഉച്ചയാവും. അപ്പോൾ വന്ന് കഴിയുമ്പോൾ നമുക്കിത് പൊരിക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. മക്കളും ക്ഷമയോട് കൂടിയിട്ടല്ല വരിക കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും അങ്ങനെ ആയിക്കോട്ടെ, റെഡി ആക്കിയിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് അങ്ങോട്ട് പോവാം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വേഗം സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സ്ഥിരമായിട്ട് വീഡിയോ ഇടാനൊന്നും പറ്റുന്നില്ല. വീഡിയോസൊക്കെ എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോസൊക്കെ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ വീഡിയോയിലേക്ക് ഇപ്പോൾ ലൈക്കും കമൻറ്റൊക്കെ ഭയങ്കരമായിട്ട് കുറവാണ് കേട്ടോ. വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് അനുയോജ്യമായ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടാം. നിങ്ങൾക്ക് അങ്ങനെ എഴുതാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു സ്മൈലെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഒരു ഹാർട്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യേ. അങ്ങനെ നമ്മുടെ ചെറുപയറൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ നാളികേരം അരച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നാളികേരത്തിൽ ഞാൻ ഒന്നും ചേർത്തിട്ടില്ല, വെറും നാളികേരം വെള്ളം മാത്രം കൂടി ഒന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ആ ജാറിലേക്ക് തന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ
ചട്ടിയിലാണ് കേട്ടോ കാച്ചെടുക്കണം. അപ്പോൾ ഈ കുക്കർ അങ്ങോട്ട് ഒഴിവാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. ഇനി കറി ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ഏകദേശം റെഡിയാകാറായിട്ടുണ്ട്. അങ്ങനെ ഒരു ഭാഗം ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഈ കറി ഒന്ന് ഇറക്കി വയ്ക്കാം. അപ്പോൾ കറി നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഒന്ന് താളിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ചട്ടിയിലേക്ക് ഒഴിവാക്കാൻ വെച്ചിട്ട്, അപ്പോൾ ആ ചട്ടിയിൽ തന്നെ അങ്ങോട്ട് താളിച്ച് അതിലേക്ക് തന്നെ അങ്ങോട്ട് ഒഴിവാക്കാൻ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതേ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിൻ്റെ ശേഷം നമുക്ക് കടുക് ഒന്ന് താളിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചട്ടിയിലൊക്കെ എണ്ണ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചട്ടിയിലേക്ക് എണ്ണ ആളിപ്പിടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെന്താ വെച്ചാൽ നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് കുത്ത് വരും കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ ചുമക്കലും തുമ്മാനൊക്കെ നേരെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒന്നിങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതേ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളകും കൂടി ചേർത്തെടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കറി ഉണ്ടാക്കുമ്പോൾ, ചെറുപയർ വെക്കുമ്പോൾ. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കത് കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സാധാരണ നമ്മൾ കറിയിലേക്കാണ് തിളപ്പിച്ച് കൊടുക്കുന്നത്. പക്ഷേ ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനെ ആക്കിയെടുക്കാമെന്ന് വെച്ചാൽ അപ്പോൾ നമ്മളെ പാത്രം അങ്ങോട്ട് ഒഴിവാക്കലും ആയി, കറി താളിക്കലും ആയല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മക്കളൊക്കെ ഞാൻ ഇതേ കുളിക്കാൻ, അതിൻ്റെ ഇടയിൽ കുറച്ച് പണികളും വേറെ നടക്കുന്നുണ്ട് കേട്ടോ. മക്കളെ കുളിപ്പിക്കാനൊക്കെ ആയിട്ട് നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇഡ്ഡലിയൊക്കെ അവർ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇന്നിപ്പോൾ ഈ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ അവരെ കുളിപ്പിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ പണി നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇഡ്ഡലിയൊക്കെ കഴിച്ച് അവരവിടെ കളിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ പണി അങ്ങോട്ട് തീർക്കാം. പിന്നെ ഇറങ്ങുന്ന സമയമാകുമ്പോൾ വേഗം കുളിച്ച് അങ്ങോട്ട് കയറാമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ എവിടേക്കെങ്കിലൊക്കെ രാവിലെ പോവുകയാണെന്നുണ്ടെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കൊടുക്കാനിരിക്കാറ്. ഇതിപ്പോൾ പൈപ്പിൽ വെള്ളമില്ലാത്ത കാരണം കൊണ്ട് കുളിക്കാനൊക്കെ ആയാലും നമ്മൾ ടാങ്കിൽ നിന്ന് മുക്കി കൊണ്ട് ഒഴിച്ചു കൊടുക്കലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മുടെ സമയം പോണതും അറിയില്ല കേട്ടോ. അപ്പോൾ ഈ പണി നടക്കൂല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് അതുമ്മ നിൽക്കാണ്ടിരുന്നത്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കുളിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഒന്ന് താളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇത് നമ്മുടെ ചിക്കൻ ഇതവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ഭാഗം കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്ത ഭാഗം ഫുള്ളായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടതായിരുന്നു. അപ്പോൾ അതേ ഒരു ഭാഗം നന്നായിട്ട് തന്നെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഭാഗം കൂടി ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അതുപോലെ നമ്മൾ ചിക്കനൊക്കെ ഇതേപോലെ പൊരിച്ചെടുക്കുക. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ മസാലയൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കുറച്ചധികം വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ കൂടി അങ്ങോട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളത് ഫ്രീസറിലൊക്കെ എടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇതേപോലെ ആവശ്യം വരുമ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് അതെങ്ങനെ ഇറങ്ങി കേട്ടോ. അപ്പോൾ അതേ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ 4 പേരും അങ്ങനെ സ്കൂളിലെത്തിയിട്ടോ. അപ്പോൾ അവിടെ സ്റ്റേജ് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് കേട്ടോ എല്ലാവരും ഉള്ളത്. അങ്ങനെ പാത്തൂസിന് ഞാൻ എടുത്തേക്കായിരുന്നു. പിന്നെ പാത്തൂസ് പറഞ്ഞു ഞാൻ നടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പാത്തൂസ് നടക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ ഇതേ അങ്ങനെ ഞങ്ങളങ്ങനെ സ്കൂളിൽ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതവിടെ കസാരയൊക്കെ ഇട്ടിട്ടുണ്ട്. സമയം ഇപ്പോൾ ഒരു 8:30 കറക്റ്റ് 8:30 ആയിട്ടുണ്ട്. 8:30 തുടങ്ങുമെന്ന് പറഞ്ഞാൽ കറക്റ്റ് 8:30 തന്നെ ഞങ്ങൾ എത്തിയിട്ടോ. പക്ഷേ പരിപാടി തുടങ്ങുമ്പോൾ 9 മണിയായിട്ടുണ്ടായിരുന്നു. വലിയ പരിപാടിയൊന്നും ഇല്ല എന്ന് പറയട്ടെ. നമ്മുടെ ഇതിൻ്റെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. പിന്നെ കുട്ടികളുടെ കുറച്ച് രജിസ്റ്റർ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ പുതുതായിട്ട് സ്കൂളിലേക്ക് വരുന്ന കുട്ടികളുണ്ടാവുമല്ലോ 5ാം ക്ലാസ്സിലേക്ക്. അപ്പോൾ അവരുടെ ഒക്കെ കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഉദ്ഘാടനം എന്ന് പറയാനായാലും കുറച്ചൊക്കെ ഉള്ളൂ. അപ്പോൾ അതൊന്നും അധികം ഞാൻ വീഡിയോ എടുത്തില്ല. ചെറിയൊരു ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ